അപ്പം അങ്ങനെ നമ്മുടെ കറി ശരിയായി സെറ്റായി ഇറക്കി വയ്ക്കാൻ പോവാണ്. എന്താ മണം, അടിപൊളി മണം. ടേസ്റ്റായ നമ്മുടെ വെണ്ടയ്ക്ക മീൻ പുളി ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇത് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. ഉണ്ടാക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. 2 ദിവസം വെച്ച് കൂട്ടാം, ഇന്നും നാളേക്കൊക്കെ വെച്ച് കൂട്ടാം. തേങ്ങ ഒരു അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫ്രിഡ്ജിലൊക്കെ വെക്കുമല്ലോ. പക്ഷേ തേങ്ങ ഇടാണ്ട വെച്ചാൽ 2-3 ദിവസമൊക്കെ വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണാണ് ഇടുന്നത്. വെണ്ടക്കായ കൂട്ടാൻ വയ്ക്കുന്നുണ്ട്. പുളി വെണ്ടയ്ക്കൊന്ന് നല്ല വാടി വരട്ടെ. ഒരു വഴുതനങ്ങി ഇടുന്നുണ്ട്. ഉണക്കമീൻ മത്തിയാണ്, ഉണക്കമത്തി. ഒരു വലിയ സവാള. അങ്ങനെ നമ്മുടെ ഉണക്കമീനും വഴുതനങ്ങ, വെണ്ടയ്ക്ക, ഉള്ളി ഒക്കെ പാടുള്ളൊരു ടേസ്റ്റായൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ചു, ഇതിൽ എണ്ണ ഒഴിച്ചു. 2 മണി പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ, പെരിഞ്ജീരകം. അപ്പോൾ വേണമെങ്കിൽ ഇടാം, ബന്ധമില്ല. ഞാൻ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കെട്ടക്കട്ടെ. 2 മണി ഉലുവ, 1/2 സ്പൂൺ ഉലുവ. ഉലുവ, പെരിഞ്ജീരകം 1/2 സ്പൂൺ. വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടുണ്ടാവും. ഇത് വലിയ ഉള്ളിയാണ്. 1/2 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് ഉലുവ, കുറച്ച് ഉള്ളി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊടികളിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അതായി കൂടെ നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. പുളിവെള്ളം കരിയാൻ പാടില്ല. പുളിവെള്ളം നല്ല കുതിരാൻ വെച്ചാണ്, നല്ല കുതിർന്നു. നമുക്ക് വേണ്ട ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച് സെറ്റായി വരണം നമ്മുടെ കറി. അതിന് ശേഷമാണ് നമ്മൾ വെണ്ടക്കായ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ലൈറ്റ് ഉപ്പിട്ടാൽ മതി. അത് ഉപ്പുള്ള മീനല്ലേ, ഉണക്കമീൻ. അത് കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം, വെള്ളം പോരാ. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്ര നമുക്ക് കൂട്ട് കുറയ്ക്കുക ചെയ്യാം. നല്ല തിളച്ച് സെറ്റായിട്ട് വരട്ടെ. നമ്മുടെ കറി നല്ല തിളച്ചു. 2 പച്ചമുളക് ഇടുന്നുണ്ട്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. നമുക്ക് നമ്മുടെ വെണ്ടക്കായന് ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് സെറ്റായി വരുന്നുണ്ട്. ഉപ്പും മുളകൊക്കെ നോക്കാം, പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടക്ക ഇട്ട് കൊടുക്കാം. നല്ല വെട്ടി തിളച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് സെറ്റായി വരട്ടെ. വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഉള്ളി അരച്ചൊഴിക്കുക. കുഞ്ഞിന ഉള്ളിയും തേങ്ങ കൂടി അരച്ചൊഴിക്കുക.
തേങ്ങ വേണ്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെയാവാം. നല്ല തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീറ്റ് കൊടുക്കാം. അപ്പം നമ്മുടെ കൂട്ടാൻ സെറ്റായി. കണ്ടോ? ഇനി വെള്ളമൊക്കെ കുറയ്ക്കണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന്. കറി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറയൊക്കെ ചെയ്യാം. അപ്പോൾ തേങ്ങയും ഉള്ളി അരച്ച് വേണമെങ്കിൽ കൂട്ടാം. ഉപ്പൊക്കെ നോക്കാം. നമ്മുടെ മീറ്റ് കൊടുക്കാം. കണ്ടോ? ഉണക്കമത്തിയാണ്. അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. നമ്മുടെ കൂട്ടാൻ സെറ്റായി. അത്രേ പണിയുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം പോലെ വേണമട്ടാണ് ഇട്ടുന്നത്. തേങ്ങയൊന്നും ഞാൻ കൂട്ടുന്നില്ല. ഒരു 2 മിനിറ്റ് തിളച്ചാൽ കൂട്ടാൻ ഇറക്കി വയ്ക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കമ്മിയായി ഇട്ടുന്നത് ഉണക്കമീനല്ല, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടക്കായും വഴുതനങ്ങയും ഉള്ളിയും ഉണക്കമീനും ഒക്കെ ഇട്ടുള്ള കറി സെറ്റ്. കറി ഇറക്കി വെച്ചു. പേര് വയ്ക്കാനാണ്. 2 മണി കടുക് ഇടുന്നുണ്ട്. പെരുംജീരകം, നമുക്ക് സവാള ഇട്ടേക്കാം. പച്ചമുളക്, വാടി നമ്മൾ രണ്ടുപേരും ഉപ്പ് ഇടുന്നുണ്ട്. ഇതാ നമ്മുടെ വഴുതനങ്ങയാണ് ഇടുന്നത്. നല്ല കഴുകി വെച്ച തന്നെയാണ്. ഒന്നും കൂടി കഴുകാം. അപ്പം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി സെറ്റായി. ഉണ്ടോ? വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നോട്ടെ. അടിപൊളി ടേസ്റ്റായ വഴുതനങ്ങ ഉപ്പേരി സെറ്റായി. നല്ല വെന്തു. നമുക്ക് ഇറക്കി വയ്ക്കാം. ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിക്ക് തേങ്ങ, കായം പൊടിയൊക്കെ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായം അത് ഇട്ടിട്ടില്ല. പൊടിക്ക് തേങ്ങ. അതിൽ വേണമെങ്കിൽ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇടാം. അപ്പോൾ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആവും. സാമ്പാർ പൊടിയൊക്കെ ഇട്ടാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി സെറ്റായി. വഴുതനങ്ങ ഉപ്പേരിയാണ്. ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇതും കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. പുതുതായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ. വഴുതനങ്ങ വളരെ വളരെ നല്ലതാണ് നമുക്ക് ശരീരത്തിന്. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞത് മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചോറ്, കറി, ഉപ്പേരി ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.